പത്തനംതിട്ടയിൽ ആശാപ്രവർത്തകയായ 61-കാരിയെ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച ശേഷം കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ. കരുനാഗപ്പള്ളി സ്വദേശി സുമയ്യയാണ് അയൽവാസിയായ ലതാകുമാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ഉണ്ടായ ലക്ഷങ്ങളുടെ നഷ്ടം നികത്താനായിരുന്നു സുമയ്യയുടെ കടുംകൈ. 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ സുമയ്യയ്ക്കുണ്ടായത്. പത്തനംതിട്ട കീഴ്വായ്പൂരിൽ 2 ദിവസം മുൻപായിരുന്നു സംഭവം. ഭർത്താവ് അറിയാതെ നടത്തിയ ഓൺലൈൻ ഓഹരി ട്രേഡിങ്ങിലൂടെ സുമയ്യയ്ക്ക് നഷ്ടമായത് 40 ലക്ഷം രൂപ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആദ്യം സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ വിറ്റു. തികയാതെ വന്നതോടെ അയൽവാസിയായ ലതാകുമാരിയോട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പറഞ്ഞതോടെ സ്വർണ്ണാഭരണങ്ങൾ നൽകണമെന്നായി. വഴങ്ങാതിരുന്നതോടെ ലതാകുമാരിയുടെ കയ്യും കാലും കെട്ടിയിട്ട ശേഷം സുമയ്യ വീടിന് തീ വയ്ക്കുകയായിരുന്നു. ഇപ്പം നിലവിലിപ്പം നമ്മൾ അതിനകത്ത് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോട്ടീവ് കൂടുതൽ അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടെ മാലയും വളയും മറ്റും കവർന്ന ഒരു സംഭവമുണ്ട്. ലതാകുമാരിയുടെ മൊഴിയിൽ കൃത്യം നടത്തിയത് സുമയ്യയാണെന്ന് വ്യക്തമായെങ്കിലും നിഷേധിച്ചു. ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് പ്രതി സുമയ്യ തന്നെയെന്ന് പോലീസ് മനസ്സിലാക്കിയത്. 4 വയസ്സും 8 മാസവും പ്രായമുള്ള 2 കുട്ടികളുടെ മാതാവാണ് സുമയ്യ. കോഴഞ്ചേരി മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിരുന്ന ഇവരെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ കൊണ്ടുവരുമെന്നറിഞ്ഞ ആശാപ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമടക്കം നിരവധി പേർ സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടി. പ്രതിക്ക് നേരെ അക്രമമുണ്ടായേക്കുമെന്ന സൂചനയിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. ലതയുടെ വീട്ടിലും സുമയ്യ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലും എത്തിച്ച തെളിവെടുത്തു. ലതാകുമാരിയുടെ മോഷണം പോയ ആഭരണങ്ങൾ സുമയ്യ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലെ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ നിന്നും കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലതാകുമാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.